ഒരു എരിവുള്ളൊരു വാർത്തയാണ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് കാണാൻ പോകുന്നത്. ഒരു മുളക് ഗ്രാമം, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹരിത ഗ്രാമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മുളക് ഗ്രാമത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ഗ്രാമമുണ്ട് കോട്ടയത്തെ തിരുവാർപ്പ്. എൻ്റെ നാടാണ് കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ കോട്ടയത്തെ തിരുവാർപ്പിലേക്കാണ് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. തിരുവാർപ്പ് ചില്ലീസ്, തിരുവാർപ്പിൻ്റെ മുളക് വിശേഷം കണ്ടുവരാം. പച്ചമുളകിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് തിരുവാർപ്പ് പഞ്ചായത്ത് മുളക് ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി വൻ ഹിറ്റായതോടെ പഞ്ചായത്തിൽ നിന്നും തിരുവാർപ്പ് ചില്ലീസ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മുളക് ഗ്രാമം. ഈ പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള ഹൈബ്രിഡായിട്ടുള്ള മുളക് തൈകൾ കൂടെ വരുത്തി വിവിധ JLG ഗ്രൂപ്പുകളെ ഇത് ഏൽപ്പിക്കുകയായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഈ പ്രദേശത്ത് കിടന്ന ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഭൂമി അടക്കം തരിശുഭൂമിയായി കിടന്നാണ്. അത്തരം തരിശുഭൂമികൾ കണ്ടെത്തി അത് കൃഷിയോഗ്യമാക്കി മാറ്റി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനാവശ്യമായ സാങ്കേതിക ഉപദേശം, അതുപോലെ തന്നെ വളം, കീടനാശിനി തുടങ്ങിയെല്ലാം കൃഷി വകുപ്പ് മുഖേന പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ, ഗ്രാമപഞ്ചായത്ത് വെച്ച പദ്ധതിയിൽ കൃഷിഭവൻ മുഖേനയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഈ കാണുന്ന പോലെ തൊഴിലാളികളത് നട്ട് അത് പരിപാലിച്ചു വരികയാണ്. ഇപ്പോൾ വിളവെടുക്കുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേവലം പച്ചമുളക് വിപണനം നടത്തുകയല്ല പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. ഇതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി തിരുവാർപ്പ് ചില്ലീസ് എന്ന പേരിൽ ഒരു മുളക് പൊടി മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ലക്ഷ്യമാണ്. കക്കയും ചാണകവും കൊന്നയിലയും വളമായി ഉപയോഗിച്ചപ്പോൾ മികച്ച വിളവും ലഭിച്ചു. പിന്നെ തിരുവാർപ്പ് കൃഷിഭവൻ ഞങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ തന്ന്, അതിനുശേഷം പിന്നെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾക്ക് വളം തന്ന് അങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. ഈ കൃഷി ചെയ്യാനായിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഞങ്ങളുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. തടം കോരിയിട്ട് കക്കായിട്ട്, അത് കഴിഞ്ഞ് ചാണകപ്പൊടി ഇട്ട്, അത് കഴിഞ്ഞ് വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് ഞങ്ങൾ തൈ നട്ടത്. പച്ചിലവെള്ളമായിട്ട് കൊന്നയില. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷിയോഗ്യമാക്കിയ ഏകദേശം 2 ഏക്കർ ഭൂമിയിലാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പാക്കിയത്. ഉൽപ്പാദിപ്പിക്കുന്ന മുളക് നേരിട്ട് വിപണനം നടത്തുന്നതിനൊപ്പം കീടനാശിനി രഹിത മുളക് പൊടി ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.